നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇസ്ലാമിൽ ഒരു കഥയുണ്ട്. 800 വർഷക്കാലം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് എന്ന സൽക്കർമ്മം ചെയ്ത് ജീവിച്ച ഒരു സൂഫി വര്യൻ ഇബ്ലീസിൻ്റെ ഇടപെടൽ മൂലം അദ്ദേഹം കാഫിറായതിൽ ഇസ്ലാം മതത്തിൽ തെറ്റി അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ മോശക്കാരനായി ചത്ത് മണ്ണടിഞ്ഞു പോയ കഥയുണ്ട്. ബർസീസ എന്നൊരു ബർസീസ. മറ്റൊന്നുമല്ല, ഈ ദിവ്യൻ്റെ അടുത്ത് അടുത്ത ഒരു രാജ്യത്ത് രാജാവിൻ്റെ മകൾക്ക് ഒരു അസുഖം വന്നു. 6 ചികിത്സയും മാറുന്നില്ല. അപ്പോൾ ഇബ്ലീസ് വേഷം മാറാൻ കഴിവുണ്ടെന്നൊക്കെയുള്ള വിശ്വാസം. മനുഷ്യരൂപം പൂണ്ട് രാജാവ് സമീപിച്ചു. ഇങ്ങനെ എടുത്ത് ഇന്നയാൾ ഒരു ദിവ്യനുണ്ട്, അവിടെ ചെന്ന് മകളെ ഏൽപ്പിച്ചാൽ എല്ലാ അസുഖവും മാറ്റി കിട്ടുമോ? ഇപ്പോൾ രാജകൽപ്പനയല്ലേ, അവിടെ കൊണ്ട് ആക്കി. ചെറുപ്പക്കാരിയല്ലേ മകള്. 800 വർഷക്കാലം വിഭാഗത്തിൽ അന്നത്തെ 1000 വർഷം ആയുസായി. അവസാനം എന്തിനു പറയുന്നു? അവിടെ ചെന്ന് ഇബ്ലീസ് ഇയാൾ പ്രോത്സാഹിപ്പിച്ച് ഈ സ്ത്രീയായിട്ട് ബന്ധം വന്ന് ഗർഭിണിയാക്കി. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇബ്ലീസ് വന്ന് കുഴിച്ചിട്ടോ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് കുഴിച്ചിട്ട് രാജാവ് വരുന്നു, മകളെ കാണാനില്ല, പ്രശ്നമായി. അദ്ദേഹത്തെ അന്നത്തെ ശിക്ഷാവിധി നടപ്പിലാക്കി. അപ്പോൾ ഈ ലോകത്തിലും മറ്റു ലോകത്തിലും അദ്ദേഹം മോശക്കാരനായി. അതുപോലെ പിണറായി സഖാവ് പല കാര്യങ്ങൾക്ക് തൻ്റെയിടവും യുക്തിയും ഒക്കെ ഉണ്ടായ ഒരാളാണ് പിണറായി സഖാവിൻ്റെ ഭരണം കൊണ്ട് കേരളത്തിൽ LDF എന്നുള്ളത് അപ്രസക്തമാകാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങളാരും സന്തോഷിക്കേണ്ട. കാരണം കോൺഗ്രസ് തോൽപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ എല്ലാം ചേർന്ന് ജയപ്രകാശ് നാരായണൻ്റെ കീഴിൽ ചേർന്ന് കോൺഗ്രസ് നശിപ്പിച്ചു. പകരം വന്ന ആരാണ്? BJP ആണ്. അന്ന് ജനതാ പാർട്ടി വന്നു, അത് വിജയിച്ചില്ലല്ലോ. അതുപോലെ കേരളത്തിൽ CPM നിങ്ങൾ CPM തകരുമ്പോൾ ചിരിക്കുന്ന കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആ സ്ഥാനത്ത് ഒരുപക്ഷെ നിങ്ങളല്ല വരാൻ പോകുന്നത്. അവിടെ വരാൻ പോകുന്നത് BJP ആണ്. അവിടെ ഇടതുപക്ഷ മുന്നണി നേതാക്കളും UDF മുന്നണി നേതാക്കളും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ കളി തെങ്ങുചാരി എന്നതും പെണ്ണുകൊണ്ട് പോയതുപോലെ BJPയുടെ വളർച്ചക്കാണ് ഉപകരിക്കുന്നത്. ഇപ്പോൾ ലാവ്ലിൻ കേസ് പിണറായി സഖാവിനെ ഏൽപ്പിച്ച് അതിൽ എന്തോ അഴിമതി നടന്നു എന്നാണല്ലോ പറഞ്ഞത്. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആ കമ്പനി തന്നെയാണ്. അതൊരു വിദേശ കമ്പനിയാണ്. കാരണം പിണറായി സഖാവ് വളർന്ന ഒരു നേതാവാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണെന്നും ഇദ്ദേഹത്തെ തകർക്കേണ്ട ആവശ്യം മനസ്സിലാക്കിയ ആൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 10-20 വർഷം മുൻപ് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കി അതിൽ അഴിമതി ചെയ്യാൻ അവസരം കൊടുത്ത് അങ്ങനെ കുറ്റവാളിയാക്കി 30-39 പ്രാവശ്യമായിട്ട് കേസ് മാറ്റിവെച്ചില്ലേ? മോഡി ഗവൺമെൻറ് കാലത്തിലെ 30 പ്രാവശ്യം മാറ്റിവെച്ചത്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ നിലനിൽപ്പിന് വേണ്ടി മോഡിജിയും സഖാവ് പിണറായി തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷേ അവരുടെ PAമാർ തമ്മിലാണ് ധാരണ എത്തിയിട്ട് എന്ത് ചെയ്യും? ഓക്കെ പറയും. ഇവർ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കൈ കൊടുത്തു പോരും. ഒരു സംസാരമില്ല. ആരെങ്കിലും അറിയോ? ഇല്ല. അതിൻ്റെ ഒരു ലക്ഷണമാണ് ബെഹ്റ എന്ന സംഘനുഭാവി എന്ന് പറയാൻ പാടില്ല, പണമോഹി എന്ന് പറഞ്ഞാൽ മതി. സംഘനുഭാവമൊന്നും അല്ലത്. പണമോഹിയെ ഇവിടെ കൊണ്ടുവന്ന് ഉയർന്ന ഉദ്യോഗത്തിൽ വെച്ച് അതേ പെൻഷനായിട്ട് പോലും വീണ്ടും മെട്രോയിൽ കൊണ്ടു കയറ്റി. അതും ഈ മോഡി പിണറായിയൊക്കെ അല്ലേ. അത് മുൻപ് രമൺ ശ്രീവാസ്തവയെ കൊണ്ടുവന്ന് കരുണാകരൻ്റെ PA പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കി, പിന്നെ പിണറായിയുടെ ആക്കി. അങ്ങനെ ഓരോരുത്തരും കാലാകാലങ്ങളിൽ സംഘപരിവാർ ആസൂത്രിതമായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് തിരഞ്ഞെടുത്ത് വെച്ച് എല്ലാ മേഖലയിലും അവർ ആൾ വയ്ക്കും. അതെന്താ വെച്ചാൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ 15% വരുന്ന മുന്നോക്ക വിഭാഗങ്ങളിൽ വളരെ കുറച്ച് പേരാണ് സംഘനുഭാവികളുള്ളത്. അതിൽ പലരും എല്ലാ പാർട്ടികളിലും സാംസ്കാരിക സംഘടനകളും എല്ലാ മേഖല അവിടേതായ ഒരു സ്പേസ് ഉണ്ടാക്കി അവർ ആളെ വയ്ക്കും. ഇപ്പോൾ മിസ്റ്റർ AV ഗോപിനാഥ് BJP വേദിയിൽ നിന്ന് TP നദ്യയായിട്ടൊക്കെ സംസാരിച്ചു. BJP പോകാൻ പോകുന്നു. ഇങ്ങനെ പല വാക്ക് ഇതേ പുലി വരുന്ന പറഞ്ഞാൽ അവസാനം പുലി വന്നത്. അതുപോലെ K മുരളീധരൻ. കോൺഗ്രസിന് ഏത് നേതാക്കളാണ് BJP പോകുമെന്ന് പറയാത്തത്?
എന്താണ് അങ്ങനെ പറയിപ്പിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, സോണിയാഗാന്ധി എന്നൊരു കത്തോലിക്ക സ്ത്രീ ഇന്ത്യയിൽ രാജീവ് ഗാന്ധിയുടെ ഭാര്യയായിട്ട് വന്നില്ല എങ്കിൽ ഇത്രയും പെട്ടെന്ന് BJP അധികാരത്തിൽ വരില്ല. അതൊരു ദേശീയ അന്തർദേശീയ ഗൂഢാലോചന പുറകിൽ. ഇതിനൊക്കെ അർത്ഥം എന്ന് വെച്ചാൽ 15% വരുന്ന മുന്നോക്ക ജാതികൾക്ക് ഇന്ന് അനുഭവിക്കുന്ന 90% ആനുകൂല്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. മാത്രമല്ല, അവരുടെ ആധിപത്യ കുത്തക നിലനിർത്തണം. അതിനുവേണ്ടി അവർ എന്ത് കളി കളിക്കും. അത് ഞങ്ങൾ അവരെ കുറ്റപ്പെടുന്നില്ല, കാരണം അവർ നിലനിൽപ്പ് പ്രശ്നമാണ്. പക്ഷെ അതിന് ഗ്രൂപ്പ് കൗണ്ടറായിട്ട് പ്രവർത്തിക്കുന്ന എതിർചേരി എന്ന് പറഞ്ഞാൽ 85% പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ, അവർ നേതാക്കൾക്കോ അവരുടെ ചിന്തകന്മാർക്കോ എങ്ങനെയാണ് മുന്നോക്ക വിഭാഗത്തിൻ്റെ അട്ടിമറിയെ എതിർക്കണമെന്ന് അറിയില്ല. അതറിപ്പോൾ കാണുന്നില്ല. അവർ പിണറായി സഖാവിനെ ഘോഷിച്ചു കൊണ്ടെന്ന് മുഖ്യമന്ത്രിയാക്കി 2 ടേമാക്കി. പക്ഷേ ഇന്ന് ഈ പാർട്ടി എവിടെ എത്തി? എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുന്നത്? PK ശശി ആരാണ്? മറ്റേ പോലീസുകാരൻ ആരാണ്? പോലീസ് ഡിപ്പാർട്ട്മെന്റ് നയിക്കുന്ന ആരാണ്? അന്ന് ഞങ്ങൾ പറഞ്ഞു, വർഷങ്ങൾ ഞങ്ങൾ പറഞ്ഞു, സംഘ് പരിവാറാണ് പോലീസ് ഇവിടെ കേരള പോലീസിനെ നയിക്കുന്നത്. അത് LDFന് മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ. UDFന്റെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് NSS ഒരു ഡിമാൻഡ് വെച്ച് ഞങ്ങൾക്ക് കീ പോയിന്റ് ആളെ വേണമെന്ന്. ഇപ്പോൾ മുഖ്യമന്ത്രി അതിൽ ഉമ്മൻചാണ്ടി കൊടുക്കില്ല. പിന്നെ ആഭ്യന്തരം കൊടുത്ത് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഹരിപ്പാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം 10,000 വോട്ട് കൂടുതലുണ്ട് മറ്റേ 6 ഘടകങ്ങൾ. അത് RSS വോട്ടാണ്. അപ്പോൾ ആ ചെറിയ അടുക്കറിയില്ലോ. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ശാഖയിൽ നിന്ന് കുറച്ചധികം സംഘപരിവാർ പ്രവർത്തകരെ പോലീസ് കയറ്റിവിട്ടിരുന്നതാണ്. അതിനു മുൻപും കോട്ട അനുസരിച്ചുള്ള വിഹിതമുണ്ട് അവർക്ക്, എല്ലാ നിലക്കുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും, കമ്മ്യൂണിസ്റ്റ് പ്രധാന മുഖ്യമന്ത്രി കാലത്തല്ലേ എന്തിനാ മുഹമ്മദ് എന്നാണ്. എന്ന സന്യാസിക്ക് 3 ഏക്കർ സ്ഥലം, കണ്ണായ സ്ഥലം കഴക്കൂട്ടം ഭാഗത്ത് ഇപ്പോൾ ലൂലൂട്ടിയൊക്കെ അടുത്ത് കൊടുത്തില്ലേ? NSSന് 10 സെന്റ് സ്ഥലം ട്രിവാൻഡ്രത്ത് കണ്ണായ സ്ഥലത്ത് കൊടുത്തില്ലേ? കബഡിയാർ കൊട്ടാരൊക്കെ ഇരിക്കുന്ന ഭാഗത്ത്. അപ്പോൾ ഇപ്പം പറഞ്ഞ അൻവർ പറഞ്ഞ 60-70 ലക്ഷം വിലയുള്ളത്. അങ്ങനെ എല്ലാം കൊടുത്ത് അവരെല്ലാം നിലക്ക് എത്തിക്കുകയാണ് നമ്മുടെ ശത്രുത ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ പിണറായി സഖാവ് അന്ന് ഞങ്ങൾ പറഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ആന്റണിയുടെ കാലത്ത് കിള്ളി എന്ന സ്ഥലമുണ്ട് കൊല്ലത്ത്. അന്ന് പാതയ്ക്ക് ബൂട്ട്സ് ഇട്ട പോലീസുകാർ വന്ന് ബഹളം ഉണ്ടാക്കി, ഒരു ന്യൂനപക്ഷ കോളനി തകർത്ത്. അതും കൂടി അന്ന് ആന്റണി സർക്കാരിൻ്റെ താഴെ ഇറങ്ങാനുള്ളൊരു സാധ്യത ഉണ്ടായി. മറ്റൊന്ന് എന്ത് നിരോധനം, ചാര നിരോധനം. അപ്പോൾ അതൊന്നും ബുദ്ധിയില്ലാത്ത ദീർഘവീക്ഷമില്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിലേക്ക് എല്ലാവരും ഒഴുകുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കോൺഗ്രസിൻ്റെ നിലനിൽപ്പതാണ്. LDFന്റെ അധികാരം കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം UDF ഭരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ മലയാളികൾക്ക്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി ശേഷമുള്ള ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ മലയാളിക്ക് താല്പര്യമുണ്ടായില്ല. പക്ഷെ കോൺഗ്രസ്സുകാർ കാലുവാരി ഉമ്മൻചാണ്ടി 10-800 ബില്ല് കടം വിട്ട് നിയമമുണ്ടാക്കി അങ്ങനെയാണ് പോയത്. ഇനി മുസ്ലിം ലീഗ് നയിക്കുന്ന ഒരു മുന്നണി വേണ്ട, മന്ത്രിസഭ വേണ്ട എന്ന് ഉമ്മൻചാണ്ടി മനസ്സിൽ വിചാരിച്ചു. അതാണ് 6ാം മന്ത്രിസ്ഥാനമൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? സിമി റോസ്ബെൽ ജോൺ ഫുൾ നെയിം. അവരൊക്കെ അവർ യൗവന കാലത്തിൽ പ്രവൃത്തി എന്താ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവർ പറയുന്നു അവിടെയും സ്ത്രീ വിഷയമാണ്. അവർ കിട്ടാവുന്ന എല്ലാ ആനുകൂല്യം കിട്ടിയില്ലേ? PSC മെമ്പർ സ്ഥാനം ഉൾപ്പെടെ എല്ലാം കിട്ടിയില്ലേ? എന്നിട്ട് ഇപ്പം പറയണം ഇപ്പോൾ 10-65 വയസ്സാണായിരിക്കും. ഇപ്പോൾ ഇനിയും സ്ഥാനം ചോദിച്ച് വേറെ ആർക്കും കൊടുക്കട്ടെ, നിങ്ങൾക്ക് മാത്രം മതിയോ? ഇതിൽ കൊടി പിടിക്കുന്ന, ചുവരെഴുതുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന ജനലക്ഷങ്ങളുണ്ട് കോൺഗ്രസ്സിൽ. ആ യുവാക്കൾക്ക് ഒക്കെ അവസരം കൊടുക്കണ്ടേ? നിങ്ങൾക്ക് മാത്രം മതിയോ? ഇതിപ്പോൾ സിനിമ വന്നാൽ ജഗദീഷിനും വേണം ജനറൽ സെക്രട്ടറി സ്ഥാനം. മോഹൻലാൽ വേണമല്ലോ, ദൈവ സൃഷ്ടിയാണല്ലോ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം. അപ്പോൾ ബാക്കിയുള്ള സമുദായങ്ങൾക്കത് വേണ്ട. ഇതൊന്നും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കാവോ? നിങ്ങളുടെ വിഹിതം നിങ്ങൾ ആഗ്രഹിക്കുക.
ഇത് വിഹിതം വീട്ടാൻ ആഗ്രഹിച്ചാൽ അത് നടക്കും. അവിടെ പിന്നെ ഏഷ്യാറ്റിൽ മോഹിച്ചിരിക്കുന്ന പോലെ അവിടെ പ്രശ്നം ഉണ്ടാവില്ലേ? വളരെ അപകടമല്ലേ? ഇപ്പം സുപ്രീം കോടതിയിൽ വന്ന ഒരു വിഷയം ഞാൻ അതുകൂടി സൂചിപ്പിക്കാം. സുപ്രീം കോടതി വിഷയം എന്തറിയോ? പിന്നെ ബുൾഡോസർ രാജ്. ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. അത് വിചാരണ നടത്തി വേണം കോടതി കുറ്റവാളിയാണോ ഇല്ലയോ പറയാൻ. അതിന് വിചാരണ നടത്തി കുറ്റവാളി ആകുമ്പോൾ മാത്രമേ അവൻ കുറ്റക്കാരനാകുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് നിയമം വെച്ചാണ്, ഏത് നിയമം വെച്ചാണ്, ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ബുൾഡോസർ രാജ് നടപ്പാക്കുന്നത്? അത് നിയമമുണ്ട്. ഇനി സർക്കാർ ഭൂമി കയ്യേറിയാണ് വീട് വെച്ചെങ്കിലും അങ്ങനെ ബുൾഡോസർ രാജ് കൊണ്ട് തളർക്കാൻ നിയമമുണ്ട് ഇവിടെ. ആ ഒരു നിയമം അത് കാടൻ നിയമമല്ലേ? നിങ്ങൾ പ്രവാചകന്റെ കുറ്റം പറയൂ. 6-ാം നൂറ്റാണ്ട്, ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ജനിച്ചു കഴിഞ്ഞാലാണ് പെൺകുട്ടികളെ കൊന്നു കുഴിച്ചു മുടിയിരുന്നത്. ഇത് ബിഫോർ മുഹമ്മദ്, പ്രവാചകന് മുമ്പുള്ള കാലമാണ്. അത് ഇരുണ്ട യുഗമെന്ന് പറഞ്ഞു, ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നോ ജനിക്കാൻ പോലും അവസരം കൊടുക്കുന്നുണ്ടോ? ഭ്രൂണഹത്യ എന്ന് പറഞ്ഞതാണ്. ഗർഭാശയത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക എന്നുള്ള, സ്ത്രീയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നശിപ്പിക്കാൻ എത്ര ലക്ഷം പേരെ ഇന്ത്യയിൽ ഭ്രൂണഹത്യ നടന്നത്. ഇവിടെ നിയമം ഭയങ്കരമാണ്. പിന്നെ ക്യാമറയിൽ ലാബിന് മുമ്പിലൊക്കെ എഴുതി വയ്ക്കും, ഇങ്ങനെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്താൽ ലക്ഷം കണ്ട് പഴയാണ്, ജയിലാണ് എന്നൊക്കെ പറയും. എത്ര എണ്ണാണ് ഇന്ത്യയിൽ ഭ്രൂണഹത്യ നടത്തുന്നത് പെൺകുട്ടികളെ? അപ്പം ആ യുഗമാണോ ആ മോഡേൺ യുഗമാണോ ഏറ്റവും നല്ലത്? അപ്പം അങ്ങനെ ഒരു ഏത് കാട്ട് രാജ്യമാണ്, കാട്ട് നീതിയാണ്. വൈരാഗ്യം ഉണ്ടാകാം, സാമുദായികമായിട്ട് വൈരാഗ്യം ഉണ്ടാകാം, ഒരു ജാതിക്ക് മറ്റു ജാതി ഏർപ്പെടുക, അതൊക്കെ സ്വാഭാവികമാണ്, ഉണ്ടാവും. അതിൽ മാന്യതയില്ല, വേറെ കാര്യം. പക്ഷേ ബുൾഡോസർ രാജിനെ പോലെ ഒരു ഭരണകക്ഷി ഭരിക്കുന്ന ഭരണകൂടം വന്ന് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പബ്ലിക് ലോസ് അല്ലെങ്കിൽ പൊതു നഷ്ടമല്ലേ ഇത്? ഇപ്പം അച്യുതാനന്ദൻ്റെ കാലത്ത് മൂന്നാർ പോയി കുറേ വീട് പഠിപ്പിച്ച് ഞങ്ങൾ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. അങ്ങനെ വീട് അനുഗതമാണ്, അത് സർക്കാർ കണ്ടുകിട്ടുക. എന്നിട്ട് സർക്കാരിൻ്റെ ഇതിൽ ആവശ്യമായിട്ട് ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ ഇളംകുളത്ത് ഫ്ലാറ്റ് 10-50 ബിൽഡിംഗ് പൊളിപ്പിച്ചു കോടതി മുഖേന. അത് ഞങ്ങൾ അത് ചോദിക്കുന്നില്ല. അങ്ങനെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ ഭൂമിയായിട്ട് ഉപയോഗിക്കുക. അത്രയും എമൗണ്ട് നഷ്ടപ്പെട്ടു പോകല്ലേ, വേസ്റ്റായി പോകല്ലേ, പ്രകൃതി മലിനമായി പോകല്ലേ. അതാണ് ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു അപേക്ഷ കൊടുത്തിട്ട് 3 വർഷം കഴിയുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞറിയോ അങ്ങനെ ചെയ്യാൻ നിയമമില്ല, പിന്നെ നിങ്ങൾക്ക് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഒരു പാനൽ ഉണ്ടാക്കിയിട്ട് ഇനി പൊളിക്കുന്നത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെ വേണമെന്ന് തീരുമാനിക്കണമെന്ന്. അതൊന്നും ഉചിതമായ തീരുമാനമല്ല, ഉചിതം മറുപടിയില്ല. പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളേ? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നത്, അതിന് മുമ്പോട്ട് പ്രത്യേകിച്ച് ഇപ്പോഴും നടക്കുന്നത് നീതിയല്ലോ, കാട്ടുനീതിയല്ലേ. നീതി നിയമമൊക്കെ പോയിട്ട് എത്ര വർഷമായി ഇന്ത്യയിൽ? കാരണം ഇന്നലെ പറഞ്ഞല്ലോ, മറ്റേ ആൾക്കാരെ ആട്ടിൻ മാംസം കണ്ടിട്ട് പശു ഇറച്ചിയാന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലും, പിന്നെ മരണ ഇത് ആക്കിയതുപോലെ, മൃത്യു പ്രായത്തിലാക്കിയതുപോലെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. എവിടെയാണ് നമ്മൾ ഇന്ത്യയിലെ ആർഷ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാടത്തമാണോ നമ്മുടെ ആർഷ ഭാരത സംസ്കാരം? കൃഷിമാരുടെ ഭാരതമാണ്, കൃഷി സംസ്കാരമാണ്, ദൈവ സംസ്കാരമാണ് പറയില്ല. ഇത്രയും കാടത്തമാണത്. ഞാൻ അന്നും പറഞ്ഞല്ലേ, അതായത് അതിഥികളെ ബഹുമാനിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ 2 വർഗ്ഗമാണുള്ളത്. ഒന്ന് ആര്യവംശം, ഒന്ന് ദ്രാവിഡ വംശവും. ഈ 2 വർഗത്തിലും പറയുന്നത് അതിഥികളെ സംരക്ഷിക്കണം, അവരെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നാണ്. അപ്പോൾ അതിഥികൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അതിഥികളില്ലേ ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന് അതിഥികളില്ലേ ന്യൂനപക്ഷം. അപ്പോൾ അതിഥികളെ ഇങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്? അതാണോ ഭാരത സംസ്കാരം, ഋഷിമാരുടെ സംസ്കാരം, ആര്യ സംസ്കാരം, ദ്രാവിഡ സംസ്കാരം? അതൊന്നല്ല. എന്നിട്ട് ഇത്രയും പോക്കിരുത്തം വൃത്തികേട് കാണിക്കുമ്പോൾ നിങ്ങൾ ഏത് ദൈവത്തിൻ്റെ പേരിലാണ്, ഏത് ഈശ്വരൻ്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്ത് ന്യായീകരണമില്ല. ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നവരും സാമാന്യ മനുഷ്യത്വമുള്ളവരും ഇല്ലേ? ഇന്ത്യ ഇല്ലാതെ പോയോ? അതാണ് ഭരണകൂടം മോശമായാൽ, അതായത് ദുഷ്ടനിൽ നിന്ന് അല്ലെങ്കിൽ നീരിൽ നിന്ന് പബ്ലിക്കിന് സംരക്ഷണം കൊടുക്കുന്നതാണ് കാവൽ നിലയം എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വൃത്തികേടും
കൊലപാതകം നടക്കുന്നത്. വെറുതെ തല്ലിക്കൊല്ലാണ്. ആര് ചോദിക്കാൻ? പണ്ട് ഉദാഹരണം പറയും, 6 പൊക്കം 6 പൊക്കമുള്ള കുഞ്ഞിവി 5 പൊക്കമുള്ള കുളിമുറിയിൽ തൂങ്ങിച്ചത്തു. അത് കുഞ്ഞിവിക്ക് 6 പൊക്കമുണ്ട്. അതിന് മകനെ കാണാതായിട്ട് പേടിപ്പിച്ച് ഭ്രാന്തിയായിട്ട് ചെന്നാണ് എന്തൊക്കെ കൈക്കറി ചെയ്തപ്പോൾ ചത്തുപോയി, തൂക്കിയിട്ട്. പിന്നെ അത് 80 കിലുള്ള ഒരു തമിഴൻ ഡ്രൈവർ എൻ്റെ അലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ഡ്രോയർ അലാസ്റ്റിക്കിൽ തൂക്കിക്കിടന്നു. എന്തൊരു കാലമാണ്, എന്ത് നീതിയാണ് സാർ. നിങ്ങളൊക്കെയാണ് ആധുനിക യുഗത്തിലെ പരിഷ്കൃത സമൂഹം എന്നുള്ളത്. ഇതൊക്കെ ചിന്തിക്കാൻ ആരുമില്ലേ നമ്മുടെ ഭാരതത്തിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ? കേരളത്തിലെ ആ പോലീസുകാരെ കുറിച്ചുള്ള ആരോപണം എന്താണ്? എത്ര വലിയ ആരോപണം! അത് അൻവർ പറഞ്ഞപ്പോൾ അതിന് എന്തെങ്കിലും തീരുമാനമായി. മറ്റൊരു പ്രതിപക്ഷ നേതാക്കളെ പറഞ്ഞെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് തള്ളിക്കളയും. അയാളുടെ സ്വാധീനമുണ്ടല്ലോ ഇവിടെ CPM ഇടതുപക്ഷ മുന്നണിക്ക്. നമ്മൾ പോലീസുകാർ മനുഷ്യരാണ്, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ കിടാവും, നമ്മൾ എതിർക്കുന്നില്ല. അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്. ചില കേസ് അന്വേഷണം വരുമ്പോൾ ചിലപ്പോൾ കൈക്കറി ചെയ്തു പോകുമ്പോൾ ചത്തും പോകും, അതും സ്വാഭാവികമാണ്. പക്ഷെ കൊല്ലാൻ വേണ്ടി കരുതി കൂടി ചെയ്യുന്നത്. ഇത് മൂത്രത്തിൽ വീട് കഴിക്കുമെന്ന് കഴിച്ചപ്പോൾ കൊച്ചോട് പറഞ്ഞ മൂത്രത്തിൽ വീട് കഴിക്കില്ലേ മോനെ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചു പറയാൻ ഞാൻ മൂത്രത്തിൽ മുക്കി കഴിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ കൊല്ലാൻ വേണ്ടി മാത്രം ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതെന്ത് നീതിയാണ് സാർ? പിണറായി സഖാവേ, ഞാൻ ഒരു കാര്യമായിട്ട്, സുരേഷ് ഗോപി ഇപ്പോൾ അവിടെ ജയിച്ചു. സുരേഷ് ജയിച്ചിട്ട് ഇപ്പോൾ മഹാവിഷയമാണ്. അതിനകത്ത് വോട്ടർമാരെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. അതിന് സാഹചര്യം ഒരുക്കിയത് അവിടെ ഒരു സൊസൈറ്റി, ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, കോപ്പറേറ്റീവ് ബാങ്ക്. അതിൽ ബാങ്ക് പണം എടുത്ത് മാറ്റി സാഹചര്യം ഉണ്ടാക്കി. അത് സുരേഷ് ഗോപി കൂടെ സമരം ചെയ്യിക്കാൻ അവസരം കൊടുത്ത്. പിന്നെ തൃശ്ശൂർ പൂരം വളരെ മാന്യമായിട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ് തൃശ്ശൂർ പൂരം. ജാതിഭേദ ഭേദമന്യേ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഭംഗിയായിട്ട് പോകുന്നതാണ് നൂറ്റാണ്ടുകളായിട്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് 10 വോട്ട് കിട്ടാൻ വേണ്ടി ഈ പോലീസ് സന്നാഹവും അതിൽ ആഭ്യന്തര വകുപ്പും ചെയ്തു കൊടുത്തില്ലേ? ഇതൊക്കെ ആരും അറിയില്ലെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാം ഇവിടെ LDF UDF അതിൽ ഒരു വിഭാഗം നേതാക്കളും സാഹചര്യം ഒരുക്കി കൊടുക്കാണ്, പരവതാനം വിരിച്ചു കൊടുക്കാണ് BJP വരാൻ വേണ്ടി. അതല്ലേ മനസ്സിലാക്കേണ്ടത്. പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇടതുപക്ഷ വിപ്ലവ ചിന്താഗതി എന്ന് പറയുന്ന പാർട്ടികളെല്ലാം ഇന്ന് സുഖലോലുപരും കോടീശ്വരന്മാരുമായി. രാഷ്ട്രീയ നേതാക്കൾ ആരാണ് തെണ്ടികളുള്ളത്? വളരെ ശൂന്യതയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. കോൺഗ്രസിലേക്ക് പണക്കാരാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ സാധാരണക്കാരാണ്. അതോടുകൂടി MK കൃഷ്ണൻ എൻ്റെ കുന്താളം പണ്ടത്ത് ജയിച്ചാൾ വനംവകുപ്പ് പൊന്തിയാളാണ്. അന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ തടിക്കച്ചവടക്കാർ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, കൃഷ്ണയൊക്കെ വിലക്കെടുക്കുക വളരെ എളുപ്പമുണ്ട്, കുറച്ച് പണം കാണാത്ത ആൾക്കാരല്ലേ. പക്ഷെ കോൺഗ്രസ്സുകാരാണെങ്കിൽ അവന് ലാഭം മുതലും ഒക്കെ ചോദിച്ചു വാങ്ങിക്കും. കാരണം അവൻ പണം കണ്ട് വിഞ്ചാനാണ്. എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ അഴിമതിയിലൊക്കെ പെട്ടുപോയില്ലേ? ചന്ദന മരത്തിൽ കട്ട്ലറ്റാക്കി കിടന്ന് നമ്മുടെ കൃഷ്ണസഖാവേ, മൂപ്പിലമ്മ കേസറിയോ? ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു നയിക്കണം. ഒരു കോൺഗ്രസ്സുകാർ ചെയ്തെങ്കിൽ, ഒരു ലീഗുകാർ ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് ബൂർഷ്വ പാർട്ടികളും കോടീശ്വരന്മാരെ ആൾക്കാർ നിയന്ത്രിക്കുന്നതാണ്. പക്ഷെ പാവപ്പെട്ടൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? അതിൻ്റെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. അങ്ങനെ ആണെങ്കിൽ പോലും CPM പോലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നശിപ്പിച്ചാൽ അത് കണ്ട് സന്തോഷിക്കരുത് ഞങ്ങൾ പറയുന്നത്. അത് സന്തോഷിച്ചാൽ അവിടെ വരുന്നത് കോൺഗ്രസ്സുകാരെ നിങ്ങളല്ല, BJP ആണ്. ഇപ്പം തന്നെ കേരളത്തിൽ 20% വോട്ട് ഒറ്റക്ക് നിന്നിട്ട്, മുന്നേ അവരുടെ കൂടെ ഒന്നുമില്ല, ആകെ BDJS ഉള്ളൂ. അതും പോട്ടെ, ഒറ്റക്ക് നിന്നിട്ട് 20% വോട്ട് കിട്ടി എന്നാണ് പറഞ്ഞത്. 19% ഉണ്ട്. അത് നിസ്സാര വോട്ടല്ല. ആ 19% കൊണ്ട് ഒരു 10% കിട്ടിയാൽ, ഒരു 29-30% വോട്ട് കിട്ടിയാൽ മണ്ടന്മാരായി LDF UDF നേതാക്കളെ അവർ ഭരിക്കും രാജ്യം. 30 ജയിച്ചാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞപ്പോഴേ ഇവിടെ പല ആൾക്കാരും ലീഗുകാരും ഒക്കെ കളിയാക്കി. സുരേന്ദ്രൻ പറഞ്ഞ് വളരെ കൃത്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി വിശദീകരിച്ചു തരാം. ആകെ 140 സീറ്റ്, അല്ല 3 ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 40, 3 12, 318. അപ്പോൾ ഏതാണ്ട് 38, 48 സീറ്റാണ്.
47 നന്നാം 14 12 വോട്ട് 24, അപ്പോൾ 47 സീറ്റ്. 47 47 സീറ്റാണ് മൂന്ന് കിട്ടിയത്. ആ 40 സീറ്റിൽ BJPക്ക് 30 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ബൈക്കിൽ എത്ര വേണം? ഒരു 47 50 വോട്ട്. ബാക്കി 15 30 സീറ്റാണ്. 30 സീറ്റ് കിട്ടിയ ബാക്കി 15 സീറ്റ് കോൺഗ്രസ് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഭരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ LDF UDF ഒന്നാകുന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നമ്മുടെ ചിന്ത മാത്രമാണ്. അതൊന്നും മുഴുവൻ ശരിയെന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ LDF UDF ഒന്നായി കോൺഗ്രസ് തോൽപ്പിക്കുക, BJP തോൽപ്പിക്കുക എന്നൊക്കെ ചില മണ്ഡലങ്ങളിൽ ചിലപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് നടക്കും, പിന്നെ നടക്കുമെന്നല്ലാതെ മൊത്തത്തിൽ നടക്കാൻ പറ്റില്ല. കോൺഗ്രസ് ചെയ്തതിന് കാര്യങ്ങളൊക്കെ അറിയാലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇടതുപക്ഷത്ത് പറയാനുള്ളത്, നിങ്ങൾ ഒരു വ്യക്തിയുടെ പിണറായി സഖാവിൻ്റെ കേസ് മാറ്റിവെക്കുന്നതിന് വേണ്ടി രാജ്യത്തെ നശിപ്പിക്കല്ലേ. അതിൽ ചോദ്യം ചെയ്യാവുന്ന ഒരൊറ്റ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല. പിണറായി സഖാവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാവുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ടെങ്കിൽ ഈ അൻവറിൻ്റെ ഒന്നും സഹായം വേണ്ടി വരില്ല. പക്ഷേ ഇന്നത്തെ കണ്ടീഷനിൽ പിണറായി സഖാവിൻ്റെ മുഖത്തേക്ക് അത് ഇങ്ങനെ ചെയ്യും സഖാവ് എന്ന് പറയാൻ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ ഈ കേരളത്തിലില്ല. അതുകൊണ്ടാണ് സ്വതന്ത്ര MLA ആയ അൻവറിനെ പിടിച്ച് ഈ രഹസ്യമൊക്കെ ചോർത്തി ഇവിടുത്തെ മറു ഗ്രൂപ്പ് നടത്തിയത്. എവിടെ എത്തിയെന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊക്കെ ലീഗോ കോൺഗ്രസ് ആണെങ്കിൽ മനസ്സിലാക്കാന്നേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇത്ര പറഞ്ഞത്, അല്ലെങ്കിൽ പറയില്ലല്ലോ. എവിടെ എത്തി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും നിലപാടും? ഒരാളില്ലാതെ പോയി. അതിനർത്ഥം പാർട്ടി നശിക്കും, കേരളം നശിക്കുന്നുള്ള. അവിടെ ദയവ് ഇനിയെങ്കിലും പിണറായി സഖാവ് തിരുത്തുന്നു ഒന്നും വിചാരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നേച്ചർ അങ്ങനെയായിപ്പോയി. കീഴ്പ്പെട്ട് ജീവിച്ചിട്ടില്ലല്ല. അന്ന് വന്ന കാലം മുതൽ ഏകാധിപതി പോലെ ജയിച്ച് വന്നല്ലാതെ ഒരു തോൽവി അറിഞ്ഞ ആളല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ഈ ഒരു കീഴ്വഴക്കോലി മാറ്റി ചിന്തിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ യഥാർത്ഥ ആത്മാർത്ഥതയുള്ള ആദർശശുദ്ധിയുള്ള ഇത് നടക്കുകയാണല്ലോ. ഇപ്പോൾ സമ്മേളനം നടക്കുകയാണ്, അത് തിരഞ്ഞെടുക്കണം നിങ്ങൾ. എന്നിട്ട് 60 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരെ ഭരണം ഏൽപ്പിക്കുക, സ്ഥാനമാനങ്ങൾ ഏൽപ്പിക്കുക. ഈ 70-80 വയസ്സ് കഴിഞ്ഞ ഈ പടുവൃദ്ധന്മാരൊക്കെ ഏത് പാർട്ടിയാണെങ്കിലും മാറ്റിയിട്ട് ഒരു 60 വയസ്സിൽ താഴെയുള്ളവരെ, ഒരിക്കൽ പോലും MLA MP ആകാത്തവർക്ക് വയസ്സ് നോക്കരുത്. അവൻ്റെ ആഗ്രഹമല്ലേ 80 വയസ്സായാലും ആരോഗ്യം കൊടുക്കാം. അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മൊത്തത്തിൽ 60 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് വേണം ഇത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലതാണ്, നമുക്കും നല്ലതാണ്. അതുകൊണ്ട് ഒരു കാര്യം കൂടി പ്രത്യേകം പറയട്ടെ. ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന കൗൺസിൽ ഇന്ന് എറണാകുളത്ത് കൂടി പാവം മൊയ്തീൻ ഷായി വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുത്തു. മറ്റ് ഒരു 11ഓളം ഭാരവാഹികളിൽ ഒരു 25 കമ്മിറ്റി തിരഞ്ഞെടുത്തിന് ആ ലിസ്റ്റൊക്കെ പിന്നീട് 2 ദിവസത്തിനകം എല്ലാം ശരിയാക്കി പ്രസിദ്ധീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.